Hi everyone! അപ്പോൾ നമുക്ക് ഇന്നത്തെ റെസിപ്പിയായ ഉന്നക്കായ ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ കായയുടെ ഒന്നും പല പേരുകളുണ്ട് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്നത് ഏത്തക്ക ഒന്ന് പുഴുങ്ങിയെടുക്കുകയാണ്. അതിനായിട്ട് ഞാനിവിടെ 4 ഏത്തക്ക എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം വലുപ്പമുള്ള ഏത്തക്കയാണ് കേട്ടോ. അപ്പോൾ അത് നമുക്കൊന്ന് പുഴുങ്ങിയെടുക്കാം. അപ്പോൾ നമുക്ക് 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തുറന്ന് നോക്കാം നമ്മുടെ ഏത്തക്ക ഒന്ന് സെറ്റ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന്. അപ്പോൾ ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ തുറന്നപ്പോൾ നമ്മുടെ ഏത്തക്കൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് നല്ല മാഷ് ചെയ്തെടുക്കാൻ പരുവത്തിനായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏത്തക്കൊക്കെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് കുരുവൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാൻ പോവാം കേട്ടോ. അപ്പോൾ നമ്മൾ കുരുവൊക്കെ റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മാഷ് ചെയ്തെടുക്കണം. അപ്പോൾ ഒന്നെങ്കിൽ ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് കൈ ഉപയോഗിച്ചിട്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മാഷ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഏത്തക്കൊക്കെ നന്നായിട്ട് മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉന്നക്കായ്ക്കുള്ള സ്റ്റഫിങ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനൊരു ഉരുളി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഉരുളി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കൊരു 8-9 കാഷ്യൂ ചോപ്പ് ചെയ്തത് കൂടെ ഒന്ന് ആഡ് ചെയ്യാം. ഇനി നമ്മൾ ചേർക്കുന്നത് ഉണക്കമുന്തിരിയാണ് കേട്ടോ. നമ്മുടെ കിസ്മിസ് ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക്. അപ്പൊ നമുക്ക് കാഷ്യൂ നട്ടും നമ്മുടെ കിസ്മിസും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. 1 കപ്പ് തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. അതുകൂടെ നമുക്ക് ആഡ് ചെയ്യാം. അപ്പൊ തേങ്ങ അങ്ങ് ഒരുപാട് അങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കണ്ട. അപ്പൊ ജസ്റ്റ് അതിന്റെ വെള്ളമയൊക്കെ ഒന്ന് മാറി വരുന്ന പാചകത്തിന് നമുക്ക് ഓഫ് ചെയ്തെടുക്കണം. അപ്പൊ അത് മാത്രമല്ല ഒരുപാട് അങ്ങ് ഡ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫീൽ അങ്ങ് കിട്ടത്തില്ലേ. 3 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. പഞ്ചസാര നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പൊ എന്തായാലും ഒരു മീഡിയം മധുരം കാണും നമ്മുടെ ഉന്നക്കായക്ക്. അത് മാത്രമല്ല നമ്മൾ ഏത്തക്ക യൂസ് ചെയ്യുന്നത് ഏത്തക്കയ്ക്ക് ഓൾറെഡി മധുരം ഉണ്ടല്ലോ. അപ്പൊ മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ബാലൻസ് ചെയ്തെടുക്കുക. നമ്മൾ ഫ്ലേവറിന് വേണ്ടി ചേർക്കുന്നത് നമ്മുടെ ഏലക്ക പൊടിച്ചതാണ് കേട്ടോ. അപ്പൊ ഞാൻ 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതൂടെ ചേർക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ എല്ലാ ഐറ്റംസും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഉന്നക്കായ്ക്കുള്ള ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഏത്തക്കൊക്കെ നന്നായിട്ട് മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ഫില്ലിംഗ് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് നെയ്യ് എടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മൾ കുറച്ച് നെയ്യ് ഒന്ന് കയ്യിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ ഉന്നക്കായ ഷേപ്പിലാക്കി എടുക്കുന്നത്. അപ്പൊ കയ്യിൽ ഒട്ടിപ്പിടിക്കത്തൂല, നല്ല ഷേപ്പിൽ നമുക്ക് കിട്ടുകയും ചെയ്യും. പിന്നെ വേറൊരു ടിപ്പ് എന്ന് പറയാനുള്ളത്, നമ്മൾ ഏത്തക്ക അപ്പം കുറച്ച് പഴുത്ത ഏത്തക്കയാണെങ്കിൽ കുറച്ച് വെള്ളത്തിന്റെ അളവ് കൂടുതലായിരിക്കും. അപ്പം ഒരു 2 ടേബിൾ സ്പൂൺ നമ്മുടെ അരിപ്പൊടി ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. അതല്ല എങ്കിൽ നിങ്ങൾ ഫ്രിഡ്ജിൽ കുറച്ച് നേരം വെച്ചാൽ മതി. കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ച് കഴിയുമ്പോൾ ഒന്ന് സെറ്റായി കിട്ടും. അപ്പോഴും നമുക്ക് നന്നായിട്ട് ഷേപ്പാക്കി എടുക്കാൻ പറ്റുമേ. അപ്പോൾ ഞാനിതായാലും ഫ്രിഡ്ജിലൊന്നും വെച്ചിട്ടില്ല, അല്ലാതെ തന്നെ നമുക്ക് ഷേപ്പാക്കി എടുക്കാൻ പറ്റും. അപ്പം പഴുത്ത ഏത്തക്കയാണെങ്കിലാണ് കേട്ടോ ഫ്രിഡ്ജിൽ വെച്ചാൽ സെറ്റായി കിട്ടും നമുക്ക്. ഇനി നമുക്കൊന്ന് ഷേപ്പാക്കി എടുക്കാം. അപ്പോൾ ആദ്യം കുറച്ച് നെയ്യ് കയ്യിൽ പുരട്ടിയൊക്കെ.
കണ്ടോ നമ്മൾ നല്ല ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ സൈഡ് രണ്ടും ഒന്ന് എന്താ പറയുക ഷാർപ്പായിട്ടിരുന്നോട്ടെ. സെൻറ്റർ ഭാഗം കുറച്ച് ബൾജ് ചെയ്തിരിക്കുന്ന രീതിയിലാണ് നമ്മുടെ ഉന്നക്കായുടെ ഷേപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയെല്ലാം ഷേപ്പാക്കി എടുക്കാം. അപ്പം നമുക്കിനി ഉന്നക്കായ ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ഉരുളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ തയ്യാറായിട്ടുള്ള നമ്മുടെ ഉന്നക്കായ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ടെമ്പറേച്ചറാണ് കേട്ടോ. ടെമ്പറേച്ചർ പ്രത്യേകം മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം ഒരുപാട് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ജസ്റ്റ് പുറത്തൊരു ഔട്ടർ കോട്ടിങ് നല്ല മുരിഞ്ഞ് വന്നാൽ മാത്രം മതി നമുക്ക്. അതുകൊണ്ട് തന്നെ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് ഉന്നക്കായ ഇടുക. അതിനുശേഷം ഫ്ലെയിം ഒന്ന് മീഡിയത്തിലാക്കി വെക്കുക. അപ്പോൾ ഒരു 3-4 മിനിറ്റ് എടുക്കത്തുള്ളൂ നമുക്കൊന്ന് ഫ്രൈ ആയി കിട്ടാനായിട്ട്. അപ്പോൾ 2 സൈഡും അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് തിരിച്ചിട്ട് കൊടുത്തോണ്ടേ ഇരിക്കുക. ഒരു സൈഡ് തന്നെ കടന്നു കഴിഞ്ഞാലേ ഒരു സൈഡ് അങ്ങ് മുരിഞ്ഞു പോകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. അങ്ങനെ നമ്മൾ ഉന്നക്കായയുടെ എല്ലാ വശവും ഒരുപോലെ മുരിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അങ്ങനെ നമ്മുടെ ഈ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഉന്നക്കായ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എങ്ങനെയുണ്ടായിരുന്നു? ഇഷ്ടമായ എല്ലാവർക്കും? അപ്പോൾ നല്ല എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്നാക്ക് ഐറ്റമാണ്. പ്രത്യേകിച്ച് നോമ്പുകാലത്തൊക്കെ മെയിൻ ഒരു ഐറ്റമാണ് അല്ലേ. നമ്മുടെ ഇഫ്താർ സ്പെഷ്യലാണ് നമ്മുടെ ഉന്നക്കായ എന്ന് പറയുന്നത്. മലബാർ സൈഡിലോട്ടൊക്കെ കായയുടെ എന്നും പറയുന്നുണ്ട് അല്ലേ. മറ്റൊരു പല പേരുകളിലും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് വീഡിയോസ് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനെഴുതുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പീസിനായി വീണ്ടും കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ. രുചിയുടെ വർണ്ണങ്ങൾ നിങ്ങളുടെ മനസ്സ് നിറയ്ക്കട്ടെ. സ്നേഹത്തോടെ റോഷ്നീസ് ഫുഡ് ആൻഡ് ലൈഫ്.